കൊച്ചിയിൽ MDMAയുമായി 4 സംഘമാണ് ഇന്നലെ പോലീസിന്റെ വലയിലായത്. ചെങ്ങമനാട് സ്വദേശി അഭിജിത്ത് പുരുഷോത്തമൻ, നൂറനാട് സ്വദേശിയായ ഷെൽജിക്, തൃക്കാക്കര സ്വദേശി റിഷാദ് എന്നിവർക്കൊപ്പം കോഴിക്കോട് ഫറോക്ക് സ്വദേശിനി റിൻസി മുംതാസും അറസ്റ്റിലായി. കരിയാട് ഭാഗത്തുള്ള ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് ആരും സംശയിക്കാത്ത ഒരു സാധാരണ അതിഥികളെ പോലെയാണ് ഇവർ കഴിഞ്ഞിരുന്നത്. എന്നാൽ അവരുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു. എയർപോർട്ട് പരിസരത്തെ പാർട്ടികളിലേക്കും ആഡംബര ജീവിതം നയിക്കുന്ന യുവത്വത്തിന്റെ സിരകളിലേക്കും ലഹരിയുടെ ഈ വിഷം കുത്തിവെക്കുക. സിപ്പ് ലോക്ക് കവറുകളിൽ അതിവിദഗ്ധമായി ഒളിപ്പിച്ച നിലയിലായിരുന്നു MDMA കണ്ടെത്തിയത്. ഒരു നിമിഷം പാളിയെങ്കിൽ ഈ രാസലഹരി പല ജീവിതങ്ങളെയും കാർന്നു തിന്നുമായിരുന്നു. എന്നാൽ ഇതൊരൊറ്റപ്പെട്ട സംഭവമായിരുന്നില്ല എന്ന വിവരമാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. പിടിയിലായ സംഘം നേരത്തെയും സമാനമായ കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് പറയുന്നു. ഇതിൽ റിൻസി മുംതാസ് എന്ന യുവതി അടുത്തിടെയാണ് ഒരു കേസിൽ റിമാൻഡ് കഴിഞ്ഞ് പുറത്തിറങ്ങിയത്. നാർക്കോട്ടിക് സെൽ DYSP J ഉമേഷ് കുമാർ, നെടുമ്പാശ്ശേരി ഇൻസ്പെക്ടർ BK അരുൺ, SI മാരായ N ജയപ്രകാശ്, ഹമീദ്, AC ബിജു, ASI മാരായ MV ബിനു, PN നൈജു, CPO ഹസൻ, K കരീം എന്നിവരടങ്ങിയ ഡാൻസപ്പ് ടീമിന്റെയും നെടുമ്പാശ്ശേരി പോലീസിന്റെയും മിന്നൽ നീക്കമാണ് ഈ വൻ ലഹരിവേട്ടയ്ക്ക് കുരുക്കായി മാറിയത്. അതേസമയം കോഴിക്കോട് ജില്ലയിൽ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ ലഹരിമരുന്ന് വേട്ടയിൽ മുക്കത്ത് നിന്ന് വൻതോതിൽ MDMAയുമായി യുവാവും യുവതിയും കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു. 2.25 കിലോയോളം വരുന്ന മാരക ലഹരി മരുന്നുമായി മുക്കം പൂളാപ്പോയിൽ പുല്ലമ്പാടി പറമ്പിൽ മുഹമ്മദ് ഹനീഫ, കോഴിക്കോട് ബേപ്പൂർ സ്വദേശിനി റൈഹാനത്ത് എന്നിവരെയാണ് റൂറൽ ഡാൻസപ്പ് സംഘം പിടികൂടിയത്. മുക്കം മിനി സിവിൽ സ്റ്റേഷന് സമീപമുള്ള ബസ് സ്റ്റോപ്പിൽ വെച്ച് 517 ഗ്രാം MDMAയുമായിട്ടായിരുന്നു ഹനീഫ ആദ്യം പിടിയിലായത്. കോഴിക്കോട് റൂറൽ SP T ഫറാഷിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസപ്പ് സംഘം ഇയാളെ ദീർഘനാളായി നിരീക്ഷിച്ചു വരികയായിരുന്നു. ഡൽഹി കേന്ദ്രീകരിച്ച് കേരളത്തിലേക്ക് വലിയ തോതിൽ തന്നെ ഈ ലഹരി മരുന്ന് എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്ന് നാട്ടിലെത്തിയ വിവരം പോലീസ് അറിഞ്ഞു. അതുകൊണ്ടാണ് ഇയാൾക്ക് വേണ്ടി വല വിരിച്ചത്. ഡൽഹിയിൽ നിന്നും ബംഗളൂരുവിൽ നിന്നും ഇയാൾ ലഹരി എത്തിക്കാറുണ്ട്. നിരന്തരം ഇതിനായി ഇയാൾ വിമാനയാത്രകളും നടത്താറുണ്ടെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തു. കോഴിക്കോട്ട് നിന്ന് ഡൽഹിയിലേക്ക് വിമാനത്തിലും തിരിച്ച് ട്രെയിനിലുമാണ് യാത്രകൾ നടത്തിയിരുന്നത്. മണാശ്ശേരി കായേരിക്കലിൽ ഇയാൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നടത്തിയ തെരച്ചിലിലാണ് റൈഹാനത്തിനെയും പിടികൂടിയത്. റൈഹാനത്തിന്റെ യാത്രകൾ നിരന്തരം തന്നെ പോലീസ് നിരീക്ഷിച്ചു വന്നിരുന്നു. ഹനീഫ വാടകയ്ക്കെടുത്തിരുന്ന വീട്ടിൽ ഇവർ വന്നു പോകുമായിരുന്നു. ഈ വീട്ടിൽ നിന്ന് 2.286 കിലോഗ്രാം MDMA പിടികൂടിയിട്ടുണ്ട്. 6 മാസം മുൻപ് ഹനീഫ വാടകയ്ക്കെടുത്ത ഈ വീട്ടിലായിരുന്നു ലഹരി ഇടപാടുകളൊക്കെ തന്നെ നടത്തിയിരുന്നത്. വർഷങ്ങളായി ഒഡീഷയിൽ നിന്നും കന്നുകാലികളെ ഇറക്കി ആന്ധ്രയിലും മറ്റും വിൽപ്പന നടത്തിയിരുന്ന ഹനീഫ പിന്നീട് ലഹരി കച്ചവടത്തിലേക്ക് തിരിയുകയായിരുന്നു. നോട്ട് എണ്ണുന്ന മെഷീനും ലഹരി പാക്കിങ്ങിനുള്ള നിരവധി കവറുകളും ഇവിടെ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. മാത്രമല്ല ഡിജിറ്റൽ ഇലക്ട്രോണിക് ത്രാസുകളും ഇവിടെ നിന്ന് കണ്ടെടുത്തു. പൂളപ്പോയിൽ ഹനീഫ ഒരു റെസ്റ്റോറന്റ് നടത്തുന്നുണ്ട്. ഇയാൾ സമീപകാലത്ത് വൻതോതിൽ വസ്തുവകൾ സമ്പാദിച്ചതായും പോലീസിന് വിവരം കിട്ടിയിട്ടുണ്ട്.